everyone, ഈ വീഡിയോയിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്ന് NTUGC നെറ്റ് ജൂൺ 2025 ചോദിച്ചിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു പാറ്റേണിൽ നമ്മൾ മറ്റ് പല മൊഡ്യൂളുകളും ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു ഇതിന് മുമ്പുള്ള സെഷൻസിൽ. സോ ഈ ഒരു സെഷനിലും വളരെ റീസെൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എങ്ങനെയാണ് ഈ മൊഡ്യൂള് അവർ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കോറായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏരിയാസിനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. First question idana, which of the following statements is false in the context of research? And we have the options: inductive and deductive reasoning are applied in the research process, verifiable findings are derived by the research process, research is conducted to find answers of meaningful questions scientifically, it necessarily improves quality of functioning of the area in which it is conducted. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിസർച്ചിൻ്റെ കോണ്ടെക്സ്റ്റിൽ തെറ്റായ ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഒറ്റയടിയിൽ ഇത് ഈ 4 ഓപ്ഷൻസ് വായിക്കുമ്പോൾ മേ ബി ഇത് കുറച്ച് ഇതിനകത്ത് എല്ലാം ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ടാസ്ക്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് ആർ അപ്ലൈഡ് ഇൻ ദി റിസർച്ച് പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അപ്രോച്ചസ് ടു റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ചിനെ തന്നെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് പല രീതികളിൽ സമീപിക്കാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലിലേക്ക് അനലൈസ് ചെയ്ത് നമ്മൾ റിസൾട്ടിലേക്ക് വരികയാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേജർ ടൂൾ എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ആളുകളെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലുള്ള ഇപ്പോൾ എത്നോഗ്രാഫിക് റിസർച്ച് ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പഠിക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ ഭാഗമായി അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് അവരിൽ നിന്ന് കിട്ടുന്ന ആ ഡേറ്റ സമ്മറൈസ് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ കാറ്റഗറൈസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുക. അപ്പോൾ അതിനാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റിസർച്ചുകളുണ്ട്, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റിസർച്ചുകളിൽ മേജറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ് ആണ്. അതായത് ഒരു റിസർച്ചിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതായത് ഒരു പൊതുവായിട്ടുള്ളൊരു ആശയത്തെ ഒരു സ്പെസിഫിക് കേസിലേക്ക് അപ്ലൈ ചെയ്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്താൽ അതെന്തായി ഡിഡക്റ്റീവ് ആയിട്ടുള്ള റിസർച്ചായി. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്പെസിഫിക് സിനാരിയോ നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിനകത്ത് സിമിലർ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ കേസിൽ നിന്ന് വളരെ ജനറൽ ആയിട്ടുള്ളൊരു തിയറി നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. അതിന് നമ്മൾ ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയും. ഇപ്പോൾ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ് റിസർച്ചിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് എന്ത് തരത്തിലുള്ള റിസർച്ച് നമ്മൾ ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് അപ്രോച്ച് വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇത് കൂടാതെ നമുക്ക് പോസിറ്റിവിസ്റ്റിക് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പല സെഷനുകളും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ റിസർച്ചിൻ്റെ കോണ്ടെക്സ്റ്റിൽ ശരിയാണ്. അപ്പോൾ നമുക്ക് ഫോൾസ് ആയിട്ടുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിപ്പോൾ ആൻസർ ആയിട്ട് എടുക്കാനായിട്ട് കഴിയില്ല. അടുത്ത ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ, വെരിഫയബിൾ ഫൈൻഡിങ്സ് ആർ ഡിറൈവ്ഡ് ബൈ ദ റിസർച്ച് പ്രോസസ്. കറക്റ്റ് ആണല്ലേ? റിസർച്ച് പ്രോസസ്സിലൂടെ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ചില കണ്ടെത്തലുകളാണ് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ വെരിഫയബിൾ ഫൈൻഡിങ്സ് എന്നുള്ളതാണ് റിസർച്ച് പ്രോസസ്സിൻ്റെ ഒരു ഫൈനൽ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അത് നമുക്ക് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് നമുക്കത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഫൈൻഡിങ്സ് ആണ് റിസർച്ച് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരിക. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നമുക്കത് വരില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ റിസർച്ച് ഇസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ആൻസേഴ്സ് ഓഫ് മീനിങ് ക്വസ്റ്റ്യൻസ് സയൻറ്റിഫിക്കലി. അപ്പോൾ റിസർച്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ റിസർച്ചിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യന് വളരെ കൃത്യമായ റിസർച്ചിലൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് റിസർച്ചിൻ്റെ ഉദ്ദേശം. അപ്പോൾ എഗെയിൻ എന്താണ്? അതും ശരിയായിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ ഇവിടെ ഫോൾസ് ആണ് കണ്ടെത്തേണ്ടത്, ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടെത്തേണ്ടത്. എഗെയിൻ സി ഓപ്ഷൻ ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ ആകെ നമുക്കിനി ബാക്കിയുള്ളത് ഡി ഓപ്ഷനാണ്. ഡി ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ, ഇറ്റ് നെസസറിലി ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ഫംഗ്ഷനിങ് ഓഫ് ദി ഏരിയ ഇൻ വിച്ച് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ നമ്മൾ ഒരു ഒറ്റ റീഡിങ് അതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് അത് വളരെ പോസിറ്റീവായിട്ടൊരു ഓപ്ഷനാണ്, അല്ലേ? അതായത് നമ്മൾ ഏത് ഏരിയയിലാണോ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ആ ഏരിയയുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഒറ്റ വായനയിൽ നമുക്കതൊരു പോസിറ്റീവായിട്ടുള്ള ഓപ്ഷൻ ആണെന്ന് ഫീൽ ചെയ്യും. ഓഫ്കോഴ്സ് അതൊരു പോസിറ്റീവായിട്ടുള്ള ഓപ്ഷൻ ആണ്. പക്ഷേ ഇതിനകത്ത് ആകെ നമുക്ക് റിമൈനിങ് ആയിട്ട് കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അതായിരിക്കണമല്ലോ ആൻസർ ആയിട്ട് വരണ്ടേ.
ഉറപ്പായിട്ട് അത് തന്നെയാണ് ആൻസർ. എന്തുകൊണ്ട് അതിനകത്ത് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നത്? ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടേമാണ് പ്രശ്നം. നെസസറിലി എന്ന് പറഞ്ഞൊരു ടേം അവരവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് നെസസറിലി ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ഫങ്ഷനിങ് ഓഫ് ദി ഏരിയ ഇൻ വിച്ച് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ്. അതായത് നമ്മൾ റിസർച്ച് ചെയ്യുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്ന ഏരിയയുടെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ ഒരു റിസൾട്ടായിട്ട് വന്നേക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവിൽ വന്നേക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ റിസർച്ചുകളുടെ ഉദ്ദേശം അതാവണമെന്നില്ല. ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ഫങ്ഷനിങ് ഓഫ് ദി ഏരിയ എന്നുള്ളതാവണമെന്നില്ല. എല്ലാ റിസർച്ചുകളുടെയും പൊതുവായിട്ടുള്ള ഒരു മേജറായിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടെ നെസസറിലി അങ്ങനെ തന്നെ ആയിരിക്കണം റിസർച്ചിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് എന്നുള്ളൊരു ടോൺ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി, ആ നെസസറിലി എന്ന ടേം യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഡി ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. എനിവേ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് പ്യുവർ റിസർച്ച്? അപ്പോൾ റിസർച്ചിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നിങ്ങൾ 2025 ജൂൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ എല്ലാ ഷിഫ്റ്റിലും ഈ ടൈപ്സ് ഓഫ് റിസർച്ചിന് ഒരുപാട് ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതായത് വാട്ട് ഇസ് പ്യുവർ റിസർച്ച്, വാട്ട് ഇസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, വാട്ട് ഇസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്, വാട്ട് ഇസ് എക്സ്പ്ലനേറ്ററി റിസർച്ച്, എങ്ങനെ ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഷിഫ്റ്റുകൾ, പല പല റിസർച്ച് ടൈപ്പുകളാണ് അവർ ഫോക്കസ് ചെയ്തത്. പക്ഷെ ഒരുപാട് ഷിഫ്റ്റുകളിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചുകളെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കി. It is concerned with search for ways of using scientific knowledge to solve practical problems. It does not develop and test hypotheses and theories. This research is not used to reject or support the existing theories about social phenomena. It is also called basic research and is concerned with quest for knowledge and knowing more about the phenomenon without concern for its പ്രാക്ടിക്കൽ യൂസ്. അപ്പോൾ പ്യുവർ റിസർച്ച് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്യുവർ റിസർച്ചിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ എ ഓപ്ഷൻ നിങ്ങൾ നോക്കി, ഇറ്റ് ഇസ് കൺസേൺ വിത്ത് സെർച്ച് ഫോർ വേസ് ഓഫ് യൂസിങ് സയൻറ്റിഫിക് നോളജ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ ഈ നോളജ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞത് അപ്ലൈഡ് ആയിട്ടുള്ള റിസർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് ഡെവലപ്പ് ആൻഡ് ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ആൻഡ് തിയറീസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് റിസർച്ചിൽ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തിയറീസ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് റിസർച്ചിൻ്റെ ഉദ്ദേശം. പ്യുവർ റിസർച്ചിൻ്റെയും റിസൾട്ടായിട്ട് അത് വരാം. അപ്പം അത് ഡസ് നോട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഓപ്ഷൻ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അടുത്തത്, ദിസ് റിസർച്ച് ഇസ് നോട്ട് യൂസ് ടു റിജക്ട് ഓർ സപ്പോർട്ട് ദി എക്സിസ്റ്റിംഗ് തിയറീസ് അബൌട്ട് സോഷ്യൽ ഫിനോമിന. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദിസ് റിസർച്ച് ഇസ് നോട്ട് യൂസ് ടു റിജക്ട് ഓർ സപ്പോർട്ട് ദി എക്സിസ്റ്റിംഗ് തിയറീസ് അബൌട്ട് സച്ച് ഫിനോമിന. അങ്ങനെയും വേണമെങ്കിൽ വരാനായിട്ട് പോസിബിലിറ്റി ഉണ്ടല്ലേ. വേണമെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറീനെ സപ്പോർട്ട് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ ഒക്കെയുള്ള റിസൾട്ടുകൾ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്യുവർ റിസർച്ച് എന്താണെന്നുള്ളതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുക്കാനായിട്ടാണ് ക്വസ്റ്റനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്യുവർ റിസർച്ചിന് ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്നൊക്കെ പറയുന്നത്. സോ അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഡി ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബേസിക് റിസർച്ച് ആൻഡ് ഇസ് കൺസേൺ വിത്ത് ക്വസ്റ്റ് ഫോർ നോളജ് ആൻഡ് നോയിങ് മോർ അബൌട്ട് ദ ഫിനോമിനൻ വിത്തൗട്ട് കൺസേൺ ഫോർ ഇറ്റ്സ് പ്രാക്ടിക്കൽ യൂസ്. ഇപ്പോൾ പ്രാക്ടിക്കലി നമുക്കൊരു കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അപ്ലൈഡ് ആയിട്ടുള്ള റിസർച്ച് ആയിട്ട് മാറും. പക്ഷേ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? അല്ലെങ്കിൽ പ്രാക്ടിക്കലി അതിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു നോളജ് സിസ്റ്റം അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തിലേക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന റിസർച്ചുകളെയാണ് നമ്മൾ പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് റിസർച്ച് ഓർ ഫണ്ടമെൻ്റൽ റിസർച്ചിൽ വി ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് ന്യൂ നോളജ് അല്ലെങ്കിൽ ന്യൂ ഇൻഫർമേഷൻ സോ ദാറ്റ് വി ക്യാൻ ആഡ് ദോസ് ടു ദി എക്സിസ്റ്റിംഗ് നോളജ് സിസ്റ്റം. അതാണ് പ്യുവർ റിസർച്ചിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബേസിക് റിസർച്ച് ആൻഡ് ഇസ് കൺസേൺ വിത്ത് ക്വസ്റ്റ് ഫോർ നോളജ് ആൻഡ് നോയിങ് മോർ അബൌട്ട് ദ ഫിനോമിനൻ വിത്തൗട്ട് കൺസേൺ ഫോർ ഇറ്റ്സ് പ്രാക്ടിക്കൽ യൂസ്. Alright, so the right answer is option D. അടുത്ത question, what is case study method? അപ്പോൾ നമുക്ക് റിസർച്ചിൽ തന്നെ പല തരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. കേസ് സ്റ്റഡി മെത്തേഡ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ, ഇറ്റ് സ്റ്റഡീസ് ദ ഫിനോമിനൻ, ഇവന്റ്, സിറ്റുവേഷൻ ഓർ ഡെവലപ്മെന്റ് ഇൻ എ വെരി സിംപ്ലിഫൈഡ് ആൻഡ് ഷാലോ മാനർ. ഇറ്റ് ഈസ് സ്റ്റഡിങ് ദ ഫിനോമിനൻ, ഇവന്റ്, സിറ്റുവേഷൻ ഓർ ഡെവലപ്മെന്റ് ത്രൂ എ തറോ ആൻഡ് ഡീറ്റെയിൽഡ് അനാലിസിസ് or intensive study. This study depends on analysis of responses collected through data.
It is concerned with search for ways of using common sense to solve practical problems. എന്താ ഈ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ? കേസ് സ്റ്റഡി മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ സിനാരിയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കേസ്, ഒരു ഇവൻറ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന മെത്തേഡിനെയാണ് കേസ് സ്റ്റഡി മെത്തേഡ് നമ്മൾ വിളിക്കുക, അല്ലേ? അതായത് ഒരു സ്പെസിഫിക് കേസ് എടുക്കുന്നു, അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദാറ്റ് ഈസ് കേസ് സ്റ്റഡി മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഓപ്ഷൻ ഏതാ? ദ റൈറ്റ് ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് സ്റ്റഡിങ് ദ ഫിനോമിനൻ, ഇവന്റ്, സിറ്റുവേഷൻ ഓർ ഡെവലപ്മെന്റ് ത്രൂ എ thorough ആൻഡ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓർ ഇൻറ്റൻസീവ് സ്റ്റഡി. ഓപ്ഷൻ എയിൽ ഇതിനോട് സിമിലർ ആയിട്ടുള്ള വേർഡിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം എന്താ? അവിടുത്തെ പ്രശ്നം എന്താ? വെരി സിംപ്ലിഫൈഡ് ആൻഡ് ഷാലോ മാനർ. ഈ ഓപ്ഷനിൽ ഒരു ഫിനോമിനൻ, ഇവന്റ്, സിറ്റുവേഷനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്, പക്ഷേ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ പഠിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്പെസിഫിക് ഇവന്റ് അല്ലെങ്കിൽ സിറ്റുവേഷനെ പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി മെത്തേഡ് നമ്മൾ വിളിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, റിസർച്ച് മിസ്കണ്ടക്ട് ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ റിസർച്ച് എത്തിക്സ് അല്ലെങ്കിൽ റിസർച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോപ്പർ ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് റിസർച്ച് മിസ്കണ്ടക്ട് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഡേറ്റ ഫാബ്രിക്കേഷൻ, പ്ലേജറിസം, ഡേറ്റ ഫോൾസിഫിക്കേഷൻ, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ, ഡേറ്റ വാലിഡേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ നോക്കിക്കേ, ഈ ഓപ്ഷൻസിൽ ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമല്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ വാലിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോപ്പറായിട്ട് ഒരു റിസൾട്ട് കണ്ടെത്തുക എന്നൊക്കെയുള്ളതാണ് റിസർച്ചിൻ്റെ ഉദ്ദേശം. അതൊരു റിസർച്ച് മിസ്കണ്ടക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരില്ല എന്ന് നമുക്ക് അപ്പോൾ തന്നെ ഉറപ്പിക്കാം. ഈ ഓപ്ഷൻ ഇല്ലാത്ത ചോയ്സ് ഏത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പോൾ എക്കകത്തും ബിക്കകത്തും സിക്കകത്തും കോമ്പിനേഷനിൽ ഈ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, റൈറ്റ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആൻസർ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി നമുക്ക് ആ ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഡേറ്റ ഫാബ്രിക്കേഷൻ, പ്ലേജറിസം, ഡേറ്റ ഫോൾസിഫിക്കേഷൻ, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ. പ്ലേജറിസം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പ്ലേജറിസം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളുടെ ഐഡിയ അല്ലെങ്കിൽ മറ്റൊരാളുടെ അയാളുടെ കണ്ടെത്തലുകൾ അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് സൈറ്റ് ചെയ്യാതെ, മെൻഷൻ ചെയ്യാതെ ഉപയോഗിക്കുന്നതിനാണ് പ്ലേജറിസം എന്ന് പറയുന്നത്, അല്ലേ? മറ്റൊരാളുടെ ആശയം കോപ്പി അടിച്ച് വയ്ക്കുന്നു, അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടുള്ള അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ ചെയ്യാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അദ്ദേഹത്തെ സൈറ്റ് ചെയ്യാതെ ചെയ്താൽ ദാറ്റ് ഈസ് പ്ലേജറിസം. സോ അത് ഓഫ്കോഴ്സ് ഒരു റിസർച്ച് മിസ്കണ്ടക്റ്റ് ആണ്. ഇനി ഡേറ്റ ഫാബ്രിക്കേഷൻ ഉണ്ട്, ഡേറ്റ ഫോൾസിഫിക്കേഷൻ ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡേറ്റ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിസർച്ചിൽ നമ്മളുടെ റിസൾട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തന്നെ ഡേറ്റ ഉണ്ടാക്കിയെടുക്കുകയാണ്, ഫാബ്രിക്കേറ്റ് ചെയ്യാണ്, ഫാബ്രിക്കേറ്റഡ് ഡേറ്റ. അതാണ് ഡേറ്റ ഫാബ്രിക്കേഷൻ. ഡേറ്റ ഫോൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചു, പക്ഷെ നമുക്ക് വേണ്ട ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണം, അതായത് അതിനകത്ത് തിരുത്തലുകൾ കൊണ്ടുവരാം. അപ്പോൾ വരുന്ന പ്രശ്നം, നമ്മൾ നടത്തിയ റിസർച്ചിനോട് ഒരു ബന്ധമില്ലാത്ത റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടാകും, അതിലേക്ക് റിസൾട്ട് കൊണ്ടെത്തിക്കാനായിട്ട് നമ്മൾ ചില മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ ചില തിരുത്തലുകൾ വരുത്താണ്. അതും എന്ത് തന്നെയാണ്? റിസർച്ച് മിസ്കണ്ടക്ട് തന്നെയാണ്. ഡേറ്റ ഫാബ്രിക്കേഷൻ, പ്ലേജറിസം, ഡേറ്റ ഫോൾസിഫിക്കേഷൻ. ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് റിസർച്ച് മിസ്കണ്ടക്ട് ഒന്നുമല്ല. നമുക്കിപ്പോൾ പല ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് റിസർച്ചിൽ മിസ്കണ്ടക്ട് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഓപ്ഷൻ അല്ല. സോ എ, ബി, സി ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത്. എ, ബി ആൻഡ് സി only is option D, so the right answer is option D. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements A to D most appropriately explains research ethics? അപ്പോൾ റിസർച്ച് മിസ്കണ്ടക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അത് ഈ റിസർച്ച് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ഇതുകൂടെ നോക്കിപ്പോവാം. റിസർച്ച് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെ? ഇറ്റ് സ്റ്റേറ്റ്സ് ഹൗ ടു റൈറ്റ് എ റിസർച്ച് റിപ്പോർട്ട് ഫ്ലോലെസ്ലി. അടുത്തത്, ഇറ്റ് ഗിവ്സ് ദ മെത്തഡോളജി ഓഫ് റിസർച്ചിങ് വിത്തിൻ സോഷ്യൽ നോംസ്. It provides a common set of do's and don'ts of conducting an ethical research. It protects the rights and welfare of research participants. സോ ഇവിടെ തന്നിരിക്കുന്ന റിസർച്ച് എത്തിക്സിനെ വളരെ കൃത്യമായി അപ്രോപ്രിയേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇറ്റ് സ്റ്റേറ്റ്സ് ഹൗ ടു റൈറ്റ് എ റിസർച്ച് റിപ്പോർട്ട് ഫ്ലോലെസ്ലി. അപ്പോൾ ഒരു റിസർച്ച് റിപ്പോർട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് എഴുതണം എന്നുള്ളത് ആക്ച്വലി പറഞ്ഞാൽ റിസർച്ച് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ആസ്പെക്റ്റ് അല്ല, അത് കുറച്ചുകൂടി ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ്. റിസർച്ച് എത്തിക്സും ഉണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കലായിട്ട് റിസർച്ചിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കോണ്ടക്റ്റ് ആണ്, എങ്ങനെ
നമ്മൾ ആ റിസർച്ച് അതിനകത്ത് ഡേറ്റ് കളക്ട് ചെയ്യുന്നത് തൊട്ട് അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് റിസർച്ച് എത്തിക്സിൽ പറയുന്നത്. ഇതുപോലെ തന്നെ റിസർച്ചിന് ടെക്നിക്കൽ സൈഡ് ഉണ്ട്. എങ്ങനെ ഒരു റിസർച്ച് നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് എന്താ, എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൈറ്റിംഗ് ഫോർമാറ്റ് എന്താ, ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ സൈറ്റേഷൻ എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വരുന്നത്. അപ്പോൾ ഒരു റിസർച്ച് റിപ്പോർട്ട് ഫ്ലോലെസ് ആയിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ അത് റിസർച്ച് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല, മറിച്ച് അതൊരു ടെക്നിക്കൽ സൈഡിലെ കാര്യമാണ്. ഇനി അടുത്ത് നിങ്ങൾ നോക്കിയേ, ഇറ്റ് ഗീവ്സ്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായാലും ആൻസറിൽ വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ വരില്ലെങ്കിൽ തന്നെ നമുക്ക് ബി സി കോമ്പിനേഷൻസ് അവോയ്ഡ് ചെയ്യാം. പിന്നെ എ ഡി ഓപ്ഷൻസിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുത്താൽ മതി. എ ഡി ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ രണ്ടിലും ഡി കോമൺ ആണ്. എ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ഡി ആണ്, ഡി എന്ന് പറഞ്ഞാൽ ബി ആൻഡ് ഡി ആണ്. അപ്പോൾ ഇതിൽ ഡി എന്ന് പറയുന്നത് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ആൻഡ് വെൽഫെയർ ഓഫ് റിസർച്ച് പാർട്ടിസിപ്പൻസ് എന്നുള്ളത് ഓൾറെഡി ആൻസർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓഫ് കോഴ്സ് ആണല്ലേ, റിസർച്ച് എത്തിക്സിൽ നമ്മളുടെ റിസർച്ചിൻ്റെ പാർട്ടാവുന്ന പാർട്ടിസിപ്പൻസ് അവരുടെ ഡിഗ്നിറ്റി, അവരുടെ റൈറ്റ്സ്, അവരുടെ വെൽഫെയർ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ റിസർച്ചറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ച് എത്തിക്സിൻ്റെ പാർട്ടായിട്ട് പരിഗണിക്കേണ്ട കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഓപ്ഷൻ എന്തായാലും ആൻസർ ആയിട്ട് വരണം. അപ്പോൾ ഡി ഓപ്ഷൻ നമുക്ക് എ ഡി കോമ്പിനേഷൻ രണ്ടിലും ഉണ്ട്. ഇനി ബി ആണോ സി ആണോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് നോക്കാം. ബിയിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഇറ്റ് ഗിവ്സ് ദ മെത്തഡോളജി ഓഫ് റിസർച്ചിങ് വിത്തിൻ സോഷ്യൽ നോംസ്. ഇനി അടുത്ത സി ഓപ്ഷൻ എന്താ, ഇറ്റ് പ്രൊവൈഡ്സ് എ കോമൺ സെറ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് കണ്ടക്ടിങ് ആൻ എത്തിക്കൽ റിസർച്ച്. സോ ബി സി ഓപ്ഷൻസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എന്താ, ഒരു മെത്തഡോളജി ക്രിയേറ്റ് ചെയ്യുക, സോഷ്യൽ നോംസിൻ്റെ ബേസിൽ ഒരു മെത്തഡോളജി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ അല്ല സി ഓപ്ഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള. എന്ന് വെച്ചാൽ റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എത്തിക്കലായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇൻഫോംഡ് കൺസെൻറ്റ്, നമ്മളുടെ റിസർച്ചിൻ്റെ പാർട്ടാവുന്ന പാർട്ടിസിപ്പൻസിനോട് അവരോട് കൃത്യമായിട്ട് എന്താണ് നമ്മുടെ റിസർച്ചിൻ്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവർക്ക് ഇതിനകത്തുള്ള റോൾ എന്താണ്, ഇത് കൃത്യമായി പറഞ്ഞ് ഇൻഫോം ചെയ്ത് അവർക്കതിൽ സമ്മതമാണെങ്കിൽ മാത്രം അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത്, ദാറ്റ് ഇസ് ഇൻഫോംഡ് കൺസെൻറ്റ്. അപ്പോൾ അതൊരു റിസർച്ച് ചെയ്യുമ്പോൾ എത്തിക്കലി നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഇനി ഡോൺസ് ഉണ്ടല്ലോ, ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളുടെ റിസർച്ചിൻ്റെ പാർട്ടാവുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി അത് റിവീൽ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് മറ്റൊരാൾക്കാരോട് ഷെയർ ചെയ്യുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്തിക്കലി റിസർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില ഡൂസ് ആൻഡ് ഡോൺസ് ആണ് ബേസിക്കലി അത് പറയുന്നത്. അപ്പോൾ സി ആൻഡ് ഡി ആണ് റിസർച്ച് എത്തിക്സിന് അപ്രോപ്രിയേറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ സി ആൻഡ് ഡി ഈസ് ഓപ്ഷൻ എ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ itself. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോഡലിംഗ് അപ്രോച്ച് ഓഫ് റിസർച്ച് ഡിസൈൻ? The research problem is represented by a mathematical model. Solutions and conclusions are derived from that model. There is no research problem in this approach. Solutions and conclusions are derived from the objectives. The research problem is represented in the subjective manner. Solutions and conclusions are derived from the research questions. The research problem is represented in the objective manner. Solutions and conclusions are derived from the research methodology. So, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിസർച്ച് ഡിസൈനിലെ മോഡലിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി റിസർച്ചിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യണം, അങ്ങനെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് അതിനകത്ത് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള നമ്മുടെ റിസർച്ചിൻ്റെ പാർട്ടാവുന്ന ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകളെ അത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ആ ഒരു ഫ്രെയിം വർക്കിനെയാണ് റിസർച്ച് ഡിസൈൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈനുള്ളൊരു അപ്രോച്ചാണ് മോഡലിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മോഡലിംഗ് അപ്രോച്ചിൽ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനറലി റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ വേൾഡിലുള്ള ചില വിഷയങ്ങളെക്കുറിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനൊരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആ റിയൽ വേൾഡ് സിസ്റ്റം കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. അതായത് ആ ഫിനോമിനൻ, കോംപ്ലെക്സ് ആയിട്ടുള്ള ഫിനോമിനൻ കുറച്ചും കൂടി ഈസിയർ ആയിട്ട്, സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്കത് മനസ്സിലാവാനായിട്ട് ഇങ്ങനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ മോഡലിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ദ റിസർച്ച് പ്രോബ്ലം ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ മാത്തമാറ്റിക്കൽ മോഡൽ ആൻഡ് സൊല്യൂഷൻസ് ആർ കൺക്ലൂഷൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദാറ്റ് മോഡൽ. അപ്പോൾ നമ്മളൊരു മോഡൽ, ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു, ആ മോഡലിൻ്റെ ബേസിസിൽ നമ്മൾ സൊല്യൂഷൻസും കൺക്ലൂഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ക്രൈറ്റീരിയ ഫോർ ഹൈപ്പത്തസിസ് കൺസ്ട്രക്ഷൻ ആർ. എന്താ ഒരു ഹൈപ്പത്തസിസ് എന്ന് പറയുന്നത്? നമ്മൾ ജനറലി പറയുന്ന ഒരു
ഡെഫിനീഷൻ എന്താ, ഒരു റിസർച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ റിസർച്ചിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഫ്രെയിം ചെയ്യുന്ന ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൈപ്പോത്തിസിസ്. അതായത് ഇന്ന വിഷയമാണ് ഞാൻ പഠിക്കാൻ വന്നത്, അപ്പോൾ അതിനകത്ത് ചില വേരിയബിൾസ് ഉണ്ടാവും, അപ്പോൾ വേരിയബിൾസിനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു തുടക്ക സമയത്ത് നമ്മുടെ റിസർച്ചിൻ്റെ ആരംഭത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടെമ്പററി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പിന്നീട് റിസർച്ച് ചെയ്യുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് അത് വെരിഫൈ ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഫൈനൽ റിസൾട്ടിൽ കണ്ടെത്തുന്നത്. അതാണ് ശരിക്കും റിസർച്ചിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ പരിഗണിച്ചിരിക്കേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെ? ഓപ്ഷൻസ് നോക്കി. ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് വൺ ഇഷ്യൂ ഓൺലി, ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് മെനി ഇഷ്യൂസ്, ഇറ്റ് ഷുഡ് സ്പെസിഫൈ വേരിയബിൾ ബിറ്റ്വീൻ വിച്ച് റിലേഷൻഷിപ്പ് ഇസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്, it should be specific and precise, it should be empirically testable whether it's right or wrong. അപ്പോൾ നിങ്ങൾ എ ബി ഓപ്ഷൻസ് നോക്കിയേ. എ ബി ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് എന്താ? എ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് വൺ ഇഷ്യൂ ഓൺലി, ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് മെനി ഇഷ്യൂസ്. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിരിക്കണം അല്ലേ? നമ്മളിപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിസർച്ചിൽ എന്തൊക്കെ വേരിയബിൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇനിഷ്യലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. അത് ഒരു ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഒരു റിസർച്ചിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കില്ല അല്ലെ, വളരെ സ്പെസിഫിക് ആയുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും നമ്മളുടെ കൺസിഡറേഷനിലുള്ളത്. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്താ? ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് വൺ ഇഷ്യൂ ഓൺലി. എ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എയും ബി ഒന്നിച്ചെന്തായാലും വരില്ല. എ വേണോ ബി വേണോ എന്ന് ചോദിച്ചാൽ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ചോയ്സ് ഈസ് ഓപ്ഷൻ എ. ഇനി അടുത്തത് നോക്കിയേ. ഇറ്റ് ഷുഡ് സ്പെസിഫൈ വേരിയബിൾ ബിറ്റ്വീൻ വിച്ച് റിലേഷൻഷിപ്പ് ഇസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ശരിയാണ്. റിസർച്ചിൽ നമ്മൾ ഉറപ്പായിട്ട് എന്താ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ യൂഷ്വലി പറഞ്ഞൊരു എക്സാമ്പിളാണ് എങ്ങനെയാണ് ഇൻകം കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. അതാണ് നമ്മുടെ റിസർച്ച് എന്നുണ്ടെങ്കിൽ അവിടെ ഒരാളുടെ ഇൻകവും അദ്ദേഹം കൺസ്യൂം ചെയ്യുന്നതിൻ്റെ റേറ്റും ഇത് തമ്മിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഹൈപ്പോത്തിസിസിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വേരിയബിൾസ് നമ്മളുടെ റിലേഷൻഷിപ്പ് വളരെ സ്പെസിഫിക്കലി നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ എ എടുക്കാം, സി എടുക്കാം. ഇനി നോക്കിക്കേ, അടുത്ത ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്? ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് പ്രിസൈസ്. നമ്മൾ വളരെ ആവർത്തിച്ച് പറഞ്ഞ ടേമാണ് സ്പെസിഫിക് ആയിരിക്കണം. വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞത്. സോ ഡി നമുക്ക് എടുക്കാം. ഈ ഓപ്ഷൻ നോക്കി. ഇറ്റ് ഷുഡ് ബി എംപിരിക്കലി ടെസ്റ്റബിൾ വെദർ ഇറ്റ് റൈറ്റ് ഓർ റോങ്. നമ്മൾ ഓൾറെഡി ബിഗിനിങ്ങിൽ പറഞ്ഞത് ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ പിന്നീട് അതിനെ എന്ത് ചെയ്യാനായിട്ട് പോവാണ്? ഡേറ്റ കളക്ട് ചെയ്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ആ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് ശരിയോ തെറ്റോ കൺഫേം ചെയ്യാൻ പറ്റുമോ റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഹൈപ്പോത്തിസിസ് അതുകൊണ്ട് തന്നെ നമുക്ക് എംപിരിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഡേറ്റ കളക്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആയിരിക്കും. അത് ശരിയോ തെറ്റോ അത് ഫൈനലി നമ്മൾ റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. പക്ഷേ എന്ത് തന്നെ ആയാലും നമുക്ക് കൃത്യമായിട്ട് എംപിരിക്കലി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ? എ, സി, ഡി, ഇ ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസറിൽ വരില്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാരണം ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് മെനി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ പ്രിസൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ബി വരില്ല. അപ്പോൾ ബി വരില്ല എന്നുണ്ടെങ്കിൽ എക്കകത്ത് ബി ഉള്ളിയാണ് ഓപ്ഷൻ, ബിക്കകത്ത് എ ബി സി, ബി അതിനകത്തുണ്ട്. ഇനി നിങ്ങൾ ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ബി സി ആൻഡ് ഡി. അപ്പോൾ ബി അതിലൊക്കെ ഉണ്ട്. അപ്പോൾ ബി ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പരിഗണിച്ചാലും മതി. എന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നും മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാ? ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following factors affect the internal validity of an experimental research? അപ്പോൾ ഒരു റിസർച്ചിൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് വാലിഡിറ്റി, റിലയബിലിറ്റി അങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിസർച്ചിനുള്ളിൽ തന്നെ ഒരു എന്താ പറയുക, അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകും. അതായത് നമ്മൾ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ആ ഒരു പർട്ടിക്കുലർ റിസർച്ചിൽ നമ്മൾ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള പ്രൂഫ്സ് നമുക്ക് അതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, പ്ലസീബോ ഇഫക്റ്റ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ഡീക്കെ ഉണ്ട്, കണ്ടംപററി ഇവൻറ്റ്സ് ഉണ്ട്, ഹോത്തോൺ ഇഫക്റ്റ് ഉണ്ട്, ബയസ് ഇൻ സെലക്ടിങ് സബ്ജക്ട്സ് ഇൻ സാമ്പിൾ. ഇതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻറ്റേർണൽ വാലിഡിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കി ഓരോ ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ?
ഇവിടെ പ്ലസീബോ ഇഫക്റ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. നിങ്ങൾ ഡിഫറെൻറ്റ് എന്താ നമ്മുടെ റിസർച്ചിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഡിഫറെൻറ്റ് ഇഫക്ട്സ് അല്ലെങ്കിൽ ബയസസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചുകളൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമാണ് പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു പാർട്ടിസിപ്പൻ്റ് അദ്ദേഹത്തിന് ഒരു റിസർച്ചിൻ്റെ ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചില എക്സ്പെക്റ്റേഷൻസ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്താൽ അതിനെയാണ് പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി ഇപ്പോൾ നമ്മൾ ഇതിനൊരു പ്ലസീബോ ഇഫക്റ്റ് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് വേണ്ടിയിട്ട്, ഒരു രോഗത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു മെഡിസിൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനകത്ത് ആ മെഡിസിൻ എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്ന് അറിയാനായിട്ട് റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ 2 ഗ്രൂപ്പ്സ് ഓഫ് ആളുകളെ പരിഗണിക്കും. ഒന്ന് ഒരു കൺട്രോൾ ഗ്രൂപ്പാണ്, മറ്റൊന്നൊരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പാണ്. അപ്പം ഈ മെഡിസിൻ ഇതിനകത്ത് 2 ഗ്രൂപ്പിൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനായിരിക്കും നമ്മൾ ഒറിജിനൽ മെഡിസിൻ കൊടുക്കുന്നത്, മറ്റേ ഗ്രൂപ്പിന് നമ്മൾ മെഡിസിൻ കൊടുക്കില്ല. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഈ കൺട്രോൾ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള മെഡിസിൻ കൊടുക്കാത്ത ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് 2 പേർക്ക് നമ്മൾ കൊടുക്കും. പക്ഷേ ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനാണ് മെഡിസിൻ കൊടുക്കുന്നത്, മറ്റേ ആൾക്കാർക്ക് ആ മെഡിസിൻ ആയിരിക്കില്ല കൊടുക്കുന്നത്, മറ്റെന്തെങ്കിലും ആയിരിക്കും കൊടുക്കുക, ജസ്റ്റ് ഈ കമ്പാരിസന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കൺട്രോൾ ഗ്രൂപ്പിലിരിക്കുന്ന ഒരാൾ തിരിച്ചറിയാണ് എനിക്ക് മെഡിസിൻ തന്നിട്ടില്ല എന്നുള്ളത് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. മനസ്സിലാവില്ല. അപ്പോൾ അതായത് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾക്ക് ചില മെഡിസിൻസ്, ഇപ്പോൾ നമ്മളൊരു ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി കഴിയുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ നമ്മുടെ സിംറ്റംസ് ഒക്കെ ചോദിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ നമുക്ക് തന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര തലവേദനയാണെന്ന് പറഞ്ഞാൽ ചെല്ലുന്നത്, അപ്പോൾ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തന്നു. ചില സാഹചര്യങ്ങളിൽ എന്താ, ഈ മെഡിസിൻ കിട്ടി, ആ മെഡിസിൻ ഒക്കെ എൻ്റെ തലവേദന മാറാനുള്ള മെഡിസിൻ ആണ് അതെന്നുള്ളൊരു തോട്ട് നമുക്കുണ്ടെങ്കിൽ ആ മെഡിസിൻ കഴിക്കുമ്പോൾ ഉടനെ നമുക്ക് ഭയങ്കര റിലീഫായി എൻ്റെ തലവേദനയൊക്കെ പോയി എന്നൊരു ഫീൽ ഉണ്ടാവും. ഇതിനാണ് പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഈ പ്ലസീബോ ഇഫക്റ്റ് സംഭവിക്കുന്നത്, റിസർച്ചിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആളുകളുടെ എക്സ്പെക്റ്റേഷൻസിൻ്റെ ബേസിസിൽ അവരുടെ റിയാക്ഷൻ മാറും. ഓക്കെ, ഇതിങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ള എക്സ്പെക്റ്റേഷനെ ബേസ് ചെയ്തിട്ട് അവരതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ചേഞ്ച് ചെയ്യുകയാണ്. അതാണ് പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ഡീക്കെ, അതായത് നമ്മൾ റിസർച്ചിന് വേണ്ടി ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ആ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തേക്കാം. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ്സിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമ്മുടെ റിസർച്ചിനെ ബാധിക്കാം. ദാറ്റ് ഇസ് ഇൻസ്ട്രുമെൻറ്റ് ഡീക്കെ. കണ്ടംപററി ഇവൻറ്റ്സ്, ഇപ്പം നമ്മുടെ ചുറ്റും നമ്മൾ ഈ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയും ഹോത്തോൺ ഇഫക്റ്റ് ഉണ്ട്. ഹോത്തോൺ ഇഫക്റ്റ് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് എന്താ, ഇവിടെ ഈ ആളുകൾക്ക് ഇപ്പം ഒരു റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അദ്ദേഹത്തെ മറ്റൊരാൾ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബിഹേവ് ചെയ്യുന്നത് മാറും, അല്ലേ? അയാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മൊത്തത്തിൽ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. ഇത് റിസർച്ചിൽ ബാധിക്കാം. ഇപ്പോൾ ഹോത്തോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാനൊരു റിസർച്ചിലെ പാർട്ടിസിപ്പൻ്റ് ആണെന്ന് എനിക്കറിയാം, അപ്പോൾ റിസർച്ചർ എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് ബോധ്യം വന്നാൽ ഞാൻ ബിഹേവ് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും ഒക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ശരിയായ രീതിയിൽ ഈ വ്യക്തി എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് റിസർച്ചിൽ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒറിജിനൽ റിസൾട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഹോത്തോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താ, ബയസ് ഇൻ സെലക്ടിങ് സബ്ജക്ട്സ് ഇൻ സാമ്പിൾ. അതായത് നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ സൗകര്യാർത്ഥം, അതിപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ്, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു വലിയ കമ്മ്യൂണിറ്റിയെക്കുറിച്ചായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എല്ലാ ആളുകളിലേക്കും ചെന്ന് ഡേറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ ചൂസ് ചെയ്യും. ആ ഗ്രൂപ്പിൽ നിന്നായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ സാമ്പിളിലേക്ക് അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെറിയ ഗ്രൂപ്പിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് ചില ബയസസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ റിസർച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇതിനകത്ത് ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് പ്ലസീബോ ഇഫക്റ്റും ഹോത്തോൺ ഇഫക്റ്റും ഒഴികെ ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ് ഇൻറ്റേർണൽ വാലിഡിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, അതെന്തുകൊണ്ടാണ് അങ്ങനെ, ഇപ്പം പ്ലസീബോ ഇഫക്റ്റും ഹോത്തോൺ ഇഫക്റ്റും എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ
ഈ പ്ലസീബോ ഇഫക്റ്റും ഹോത്തോൺ ഇഫക്റ്റും ആക്ച്വലി പറഞ്ഞാൽ അത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പാർട്ടിസിപ്പൻസിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പ്ലസീബോ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ്റെ ബേസിസിൽ നമ്മളുടെ റിയാക്ഷൻ മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ മാറുന്നു. ഹോത്തോൺ ഇഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ള റിയലൈസേഷൻ്റെ ബേസിസിൽ നിൻ്റെ ബിഹേവിയർ മാറുന്നു. അപ്പോൾ ഇത് രണ്ടും പാർട്ടിസിപ്പൻസിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. ഇത് രണ്ടും ഒരു റിസർച്ചിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കും. ഇപ്പോൾ ബ്ലൈൻഡിങ് എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ 2 ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ ആരൊക്കെയുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ ഗ്രൂപ്പിൽ ആരൊക്കെയുള്ളത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്ലസീബോ ഇഫക്റ്റ് കൺട്രോൾ ചെയ്യാം. സോ ഇതുപോലെ തന്നെ ഹോത്തോൺ ഇഫക്റ്റും നമ്മളുടെ പാർട്ടിസിപ്പൻസിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം, ഇതും നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ഡിസൈൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊന്നും ഇൻറ്റേർണൽ ആയിട്ടുള്ള വാലിഡിറ്റീനെ ബാധിച്ചേക്കാവുന്ന ത്രെഡ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ബാക്കിയുള്ള ഓപ്ഷൻസ്, ഇപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, അതിന് തന്നെ പ്രശ്നമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റിയെ ബാധിക്കും. നമ്മൾ ക്ലെയിം ചെയ്ത കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന റിസൾട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രൂഫ്സ് നമുക്ക് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നേക്കാം. കണ്ടംപററി ഇവൻറ്റ്സ് അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ റിസർച്ചിനെ ബാധിച്ചേക്കാം. ഇനിയും നമ്മൾ ഈ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ റിസർച്ചിലേക്ക് കയറുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്തു വയ്ക്കുന്നതാണ്. നമ്മളുടെ തന്നെ ചില ബയസസ് നമ്മളുടെ ആ ഒരു സെലക്ഷനിൽ വരികയാണ്. നമ്മൾ ആരെ ഡേറ്റ കളക്ട് ചെയ്യാൻ ചൂസ് ചെയ്യണം, സാമ്പിൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ബയസസ് വരികയാണ്. അപ്പോൾ റിസർച്ചിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനകത്ത് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബയസസിൻ്റെ ബേസിസിൽ നമ്മൾ കളക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ആൾക്കാരെ വെച്ച് നമ്മൾ റിസർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിച്ചേക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്? ബി, സി ആൻഡ് ഡി. ബി, സി ആൻഡ് ഡി is option A. So the right answer is option A. അടുത്ത question. In the experiment of determining better yoga exercise out of 2 that can reduce the fat of urban people of different age groups, which of the following is the intervening variable? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വേരിയബിൾസ്, ടൈപ്സ് ഓഫ് വേരിയബിൾസ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ഒരു റിസർച്ച് നടത്തുകയാണ്. അപ്പോൾ റിസർച്ചിൻ്റെ വിഷയം എന്താണ്? Determining better yoga exercise out of 2 that can reduce the fat of urban people of different age groups. ഇപ്പോൾ അർബൻ ഏരിയയിൽ ജീവിക്കുന്ന ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ അവർക്ക് ഫാറ്റ് ലോസ് ചെയ്യണം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സഹായകരമായിട്ടുള്ള യോഗ എക്സസൈസ് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ശ്രമിക്കുന്ന ഒരു റിസർച്ച് നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റിസർച്ചിലെ ഇൻ്റർവെയിനിങ് വേരിയബിൾ ഏതാണെന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്? ഏരിയ, യോഗ എക്സസൈസ്, ഫുഡ് ഹാബിറ്റ്, ഫാറ്റ് ഓഫ് ദ പീപ്പിൾ. സോ ഈ ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ഇൻ്റർവെയിനിങ് വേരിയബിളിൻ്റെ മറ്റൊരു പേരാണ് മീഡിയേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീഡിയേറ്റിംഗ് വേരിയബിൾ, ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ അതിനകത്ത് പ്രൈമറിലി നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടാവും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താ? ടൈപ്പ് ഓഫ് യോഗ എക്സസൈസ് ആണ്. കാരണം അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഏതാണ് ബെറ്റർ ആയിട്ട് വേണ്ടെന്നൊന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന, അതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന വേരിയബിൾ ആണത്. അപ്പോൾ അതാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇതിനകത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാ? ഫാറ്റ് ഓഫ് ദി പീപ്പിൾ. അതായത് അതാണ് നമ്മൾ മെഷർ ചെയ്യുന്ന ഔട്ട്കം. അതായത് ഈ യോഗ എക്സസൈസ് മാറ്റുന്നതിലൂടെ നമ്മളുടെ ഈ ഒരു ഫാറ്റ് റിഡക്ഷൻ പോസിബിൾ ആണോ? അപ്പോൾ ഫാറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ അതാണ് നമ്മളുടെ മെഷർ ചെയ്യപ്പെടുന്ന ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ 2 ഓപ്ഷൻസ് വരില്ല. അതായത് ഇതിനകത്ത് യോഗ എക്സസൈസും അതുപോലെ തന്നെ ഫാറ്റ് ഓഫ് ദി പീപ്പിളും എന്തായാലും വരില്ല എന്ന് മനസ്സിലായി. കാരണം അതിനകത്ത് യോഗ എക്സസൈസ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഫാറ്റ് ഓഫ് ദി പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആണ്. ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു, മീഡിയേറ്റിംഗ് അല്ലെങ്കിൽ മീഡിയേറ്റിംഗ് വേരിയബിൾ ആണ്. അത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആ കോസൽ ലിങ്ക്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ആ ലിങ്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വേരിയബിൾ ആണ് എന്തെന്ന് പറയുന്നത്? മീഡിയേറ്റിംഗ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻ്റർവൈനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു കേസിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ഇൻ്റർവീനിങ് വേരിയബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഓപ്ഷൻ എ ആയിരിക്കും, സി ആയിരിക്കും? അഫ്കോഴ്സ് സി ആയിരിക്കും. കാരണം എന്താ? ഇപ്പോൾ യോഗ എക്സസൈസസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഫാറ്റ് റിഡക്ഷൻ വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്ടായിട്ട് വരുന്ന കാര്യമാണ് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞത്. അപ്പം ആളുകളുടെ ഫുഡ് ഹാബിറ്റ് മാറും. അപ്പോൾ യോഗ എക്സസൈസ് ചെയ്യുന്നു, ഫുഡ് ഹാബിറ്റ്സിൽ ചേഞ്ചസ് വരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുകയാണ്? ഫാറ്റ് റിഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറഞ്ഞ ഫാക്ടർ എന്താ?
ഫുഡ് ഹാബിറ്റ് ആണ്. ഏരിയ ഇതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഏത്? ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഇൻ ഓർഡർ ഓഫ് ദെയർ അക്യുറൻസ്. അപ്പോൾ റിസർച്ചിൽ നമ്മൾ റിസർച്ച് സ്റ്റെപ്സ് ഉണ്ട്. റിസർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിനകത്തെ ഓപ്ഷൻസ് നോക്കിയേ, ഡിറൈവിംഗ് ഫൈൻഡിങ്സ്, interpretation of the resource, formulation of the hypothesis, defining the research problem, measuring the dependent variable. ഇതാണ് നമ്മളുടെ ഓപ്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സിൻ്റെ ബേസിസിൽ ഇതിനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് ആദ്യം വരാൻ സാധ്യതയുള്ള ഓപ്ഷൻ എന്താ? ഒരു റിസർച്ച് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ റിസർച്ച് തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് വേണ്ട എന്താ? ഒരു റിസർച്ച് പ്രോബ്ലം വേണം. ആ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ബേസിസിലാണ് ആ റിസർച്ച് നമ്മൾ ഫെർദർ ചെയ്യുന്നത്. അപ്പോൾ ഡിഫൈനിങ് ദ റിസർച്ച് പ്രോബ്ലം എന്നുള്ളതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഈ റിസർച്ച് പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അടുത്തത് വരുന്നത് എന്തായിരിക്കും? ആ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ബേസിസിൽ നമ്മളൊരു ഹൈപ്പോതെസിസ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഓപ്ഷൻ സി ആണ് അടുത്ത വരുന്നത് അല്ലേ, ഫോർമുലേഷൻ ഓഫ് ദി ഹൈപ്പോതെസിസ്. അപ്പോൾ ഡിഫൈനിങ് ദി റിസർച്ച് പ്രോബ്ലം, അതിനുശേഷം ഫോർമുലേഷൻ ഓഫ് ദി ഹൈപ്പോതെസിസ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് ആ ഡേറ്റയുടെ ബേസിസ് നമ്മൾ ആ ഹൈപ്പോതെസിസിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഏതാത്? മെഷറിംഗ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലേ. ഡേറ്റ കളക്ട് ചെയ്ത് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനകത്ത് ചേഞ്ചസ് ഉണ്ടോ എന്നുണ്ടോ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു നമ്മുടെ ആ ഒരു ഡേറ്റ കളക്ഷനും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അനാലിസിസിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ മെഷറിംഗ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഈ മെഷറിംഗ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്താ കിട്ടുക? അതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ചില റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ആ റിസൾട്ട്സിൻ്റെ ബേസിസ്, ആ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർപ്രറ്റ് ചെയ്യണം. സോ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദി റിസൾട്ട്. സോ മെഷറിംഗ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അവിടെ നമുക്ക് കുറച്ച് ഡേറ്റ അല്ലെങ്കിൽ റിസൾട്ട്സ് കിട്ടുന്നു, അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ഫൈൻഡിങ്സിലേക്ക് വരുന്നു, ചില കൺക്ലൂഷൻസിലേക്ക് വരുന്നു. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഓർഡർ നിന്നുകൊണ്ട് നോക്കിയാൽ, ഡിഫൈനിങ് ദി റിസർച്ച് പ്രോബ്ലം, formulation of the hypothesis, measuring the dependent variable, interpretation of the results, and finally deriving findings. So DCEBA, that is the correct sequence. That is option A. So the right answer is option A itself. So ഈ വീഡിയോയിൽ നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജൂൺ 2025 നെറ്റ് എക്സാമിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. വരുന്ന എക്സാംസിലും ഇതേ പാറ്റേണിലുള്ള ഈ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഏരിയാസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.